ഈ ബാലയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം കഴിയുമ്പോൾ നാം കാത്തിരിക്കും അടുത്ത ഏത് വിവാദമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന്. ആ കാത്തിരിപ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യമാർ തമ്മിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മുൻ ഭാര്യയും അല്ലേ, ഇപ്പോൾ പുതിയ നിലവിലെ ഭാര്യയും, കുറെ ഭാര്യമാരുണ്ടല്ലോ. ഇപ്പോൾ നിലവിലുള്ള ഭാര്യയാണ് മുൻ ഭാര്യയ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? സ്ത്രീപീഡനം തന്നെയാണ് മുൻ ഭാര്യയും ആദ്യത്തെ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും മൂന്നാമത്തെ ഭാര്യയും പറയുന്നത്. ഇതിപ്പോ നാലാമത്തെ ഭാര്യയാന്ന് പറയുന്നു. ഇനി എത്ര ഭാര്യമാര് ബാലയ്ക്കുണ്ടെന്നുള്ള അറിയില്ല. 4 ഉണ്ടല്ലോ. 4 ഉണ്ടെന്നാ പറയുന്നത്. കുറഞ്ഞു പോയോ? എലിസബത്ത്. ആദ്യം ഒരാളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അമൃതയെ കണ്ടെത്തിയത്. അമൃത വിവാഹം കഴിച്ചതെന്നാണ് അമൃത പറയുന്നത്. അതിനുശേഷമാണ് എലിസബത്ത് പറയുന്നത്. എലിസബത്ത് ഉള്ളപ്പം തന്നെ മറ്റുള്ള പെൺകുട്ടികളുമായിട്ടും ബന്ധമുണ്ട്, വേറെ ഭാര്യയുണ്ട് എന്നൊക്കെയാണ് എലിസബത്ത് പറയുന്നത്. ഏതായാലും ഓരോ ഭാര്യമാര് വരുമ്പോൾ ആദ്യത്തെ ഒരു 1-2 മാസമൊക്കെ എൻ്റെ ബാലച്ചേട്ടൻ നല്ലതാണ്, എൻ്റെ മാമ നല്ലതാണ്, എൻ്റെ ചേട്ടൻ വളരെ നിഷ്കുവാണ്, മാതൃകാ പുരുഷനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ഒരു 3 months 4 months ഒക്കെ കഴിയുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം അറിയുന്നതും. പിന്നെ ഇവരങ്ങ് സൈലന്റ് ആവുകയാണ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവരെ നമ്മൾ കാണുന്നില്ല. പിന്നെ അടുത്ത ഭാര്യയെ കല്യാണം കഴിക്കുമ്പോഴത്തേന് മുൻ ഭാര്യ പിന്നീട് വന്നിരുന്നു ഓരോന്ന് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് ഏറ്റവും മലയാളികൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ളത് അമൃതയുമായിട്ട്. പക്ഷെ അമൃത അപ്പോഴും സൈലന്റ് ആയിരുന്നു. അമൃത ഈ ഒരു വിവാഹ ജീവിതം പിന്നീട് അവസാന മകൾ തന്നെ രംഗത്ത് വരുന്ന. അതെ, ഞാന് ആ സമയമല്ല, ഞാൻ ബാലയുടെ പക്ഷത്തായിരുന്നു. കാരണം ബാലയുടെ പക്ഷത്ത് മകളെ കാണണം, ഒരു അച്ഛന്റെ വികാരം ഏതൊരു സ്ത്രീയും മനസ്സലിഞ്ഞു പോവും. എന്തുകൊണ്ട് ആ കുട്ടിയെ കാണിക്കുന്നത് ഞാനും ചിന്തിക്കാറുണ്ട്. അമൃതയ്ക്ക് എന്തുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനോടുള്ള സ്നേഹമല്ലേ ബാല കാണിക്കുന്നത്. മാത്രമല്ല നമ്മൾ അമൃതയെ കാണുന്നത് ആ ഒരു റിയാലിറ്റി ഷോയിൽ കണ്ട ഒരു നാടൻ പെൺകുട്ടി. പിന്നീട് ബാലയുമായി പിരിഞ്ഞതിന് ശേഷം അമൃത എന്നൊരു മോഡേൺ ഗേൾ അവളുടേതായ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് വേറൊരു ലെവലിലാണ് നമ്മൾ അമൃതയെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മലയാളി മനസ്സെന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനസ്സുണ്ട്. ആ മനസ്സ് അമൃതയെ വീക്ഷിക്കുന്നത് എന്തൊരു തൻ്റെ ഇടക്കാരി, ബാലയിൽ നിന്ന് പിരിഞ്ഞു, അവളുടെ ഇഷ്ടത്തിന് താൻ തോന്നിയ തരത്തിന് ജീവിക്കുന്നു. ഇങ്ങനെയാണ് മലയാളി മനസ്സുകൾ. ആ മെസ്സേജുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ പിന്നീട് പെതുക്കെ രണ്ടാമത് എലിസബത്തിനെ വിവാഹം ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു അയാളുടെ മനസ്സിന് ഒരു ആശ്വാസത്തിന് ഒരു പെൺകുട്ടി വന്നല്ലോ. അപ്പം ഞാൻ അപ്പോഴും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നീടാണ് എലിസബത്ത് ഓരോ വീഡിയോയിലും വന്നിരിക്കുമ്പം വളരെ മൗനമായിട്ട് വന്നിരിക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഒരു സംശയാസ്പദമായിട്ട് നോക്കും. ആസ് എ ജേർണലിസ്റ്റ് നമ്മളൊരു വീക്ഷണം ഉണ്ടല്ലോ. അങ്ങനെ സംശയാസ്പദമായിട്ട് നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ഒരു മൗനമായിട്ടിരിക്കും. പുള്ളിക്കാരിക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. പലപ്പോഴും ഡാൻസ് കളിക്കുന്നു, കറക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കേക്ക് കൊടുക്കുന്നു എന്ന് വേണ്ട. പക്ഷേ ഡോക്ടറാകുമ്പോൾ നാട്ടിൻ പ്രദേശം ആ കൾച്ചറാണ്. ഓക്കെ, സ്വാഭാവികം. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എലിസബത്തിനെ കാണുന്നില്ല. എലിസബത്ത് മിസ്സിങ്. എന്തെന്ന് ചോദിച്ചാൽ എലിസബത്ത് ഈസ് ഗോൾഡ് എന്നാണ് ഒരിക്കൽ ബാല പറഞ്ഞത്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തോ ചില സൗന്ദര്യ പണക്കം, അല്ലെങ്കിൽ അത് മാത്രമല്ല ബാലയുടെ ആ ഒരു ഘട്ടത്തിൽ ബാലയ്ക്ക് സർജറിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിരുന്ന സമയത്തല്ലേ എലിസബത്ത് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അതിനുശേഷം എന്തെങ്കിലും സൗന്ദര്യ പണക്കങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കുന്നതായിരിക്കാം എന്നാണ് ചിന്തിച്ചത്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് കോകിലെ വിവാഹം കഴിക്കുന്നത് ബാല. അതും കുട്ടി. അതിനു മുമ്പ് തന്നെ അദ്ദേഹം പല വിവാദങ്ങളിലും. അതെ, ബാലയുടെ മകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞപ്പോഴാണ് പലരും പല കാര്യങ്ങളും അറിയുന്നതും. ആ കുട്ടിക്കെതിരെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻസുകൾ വന്നപ്പോഴത്തേക്ക് അമൃതയുടെ അനിയത്തിയും സഹോദരിയും അമൃതയും വന്ന് അതിൻ്റെ ശരിയായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഒരുപാട് അമൃത സഹിച്ചിരുന്നു. കാരണം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു പുരുഷനെ പ്രണയിക്കുക എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ളൊരു സ്നേഹമായിരിക്കും. ആ പ്രണയം എന്ന് പറയുന്നത് നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ബാല എന്നുള്ളൊരു മനുഷ്യനല്ലാതെ അമൃതയുടെ മനസ്സിൽ വേറെ മറ്റൊരു ചിന്തകളൊന്നുമില്ല. അപ്പം ആ പെൺകുട്ടി തീർച്ചയായിട്ടും ഈ ബാല ആരാധകർ പറയുന്നത് കാരണം ഈ അമൃതയുടെ മകൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ വച്ച് ഈ ഓൺലൈനായിട്ട് ബാലയ്ക്കെതിരെ ഒരു പ്രതികരണം നടത്തി. അത് ശരിയാണോ എന്നത് പല ചോദ്യങ്ങളും ഈ ബാലയുടെ ആരാധകരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടല്ലോ. അത്
അവരെ പിന്തുണയ്ക്കേണ്ടി വരില്ലേ? കാരണം ഈ പെൺകുട്ടിയെ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് ഈ ബാലയ്ക്കെതിരെ പ്രതികരിക്കുന്നത്? ശ്രീത, ഞാൻ ഒന്ന് പറയട്ടെ, എനിക്കും കുട്ടികളുണ്ട്. നമ്മള് കുട്ടികൾക്ക് അല്ല, അതാണ് മാതാപിതാക്കൾ തമ്മിലുള്ള എങ്ങനെയാണ് ആ കുട്ടിയെ നോക്കിയത് പരിപാലിച്ചത് അമൃതയുടെ ഫാമിലിയാണ്. അല്ല, അതാണ് ഈ കുട്ടി ഇപ്പോഴത്തെ ഒരു സമൂഹ മാധ്യമങ്ങളിലേക്ക് വന്നപ്പോഴല്ലേ ഇത് ചർച്ചയാകും. അതെ, അതിനു മുമ്പ് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം എങ്ങനെയാണ് ഈ കുട്ടി ഇതിൽ ഇടപെടുന്നു, കുട്ടി തന്നെ സ്വയം ആ രീതിയിലേക്ക് എങ്ങനെ ഒരു മാറ്റം വന്നു? നമ്മളൊന്നും പറയട്ടെ ശ്രീജിത്തെ, കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ്, എത്രയാലും ഈ ചർച്ചകൾ ചെയ്യും. ഇവര് 10 വയസ്സുള്ള കുട്ടിക്ക് ഇന്നും ലോക വിവരമുണ്ട്, നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹം. അവർക്ക് പ്രത്യേകിച്ച് ഇത് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവരുടെ ഫാമിലി വിഷയം ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് ആ കുട്ടി അച്ഛൻ്റെ അടുത്ത് പോകാൻ വിസമ്മതിക്കുന്നത്? കോടതി പറഞ്ഞിട്ട് കോടതിയുടെ മുമ്പിൽ കുട്ടിക്ക് പറയാലോ, അല്ലെ കോടതി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ കുട്ടി പലപ്പോഴും അച്ഛനിൽ നിന്ന് മാറി നിൽക്കുന്നത്? കുട്ടിക്ക് താല്പര്യമില്ല, കുട്ടി അത് കണ്ടു വളർന്നത്. നമ്മുടെ ഈ ചെറുപ്പത്തിൽ കിട്ടുന്ന കുറച്ച് ട്രോമകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബാല പ്രതികരിച്ചിട്ടുണ്ട്. തന്റെ മകളെ അകറ്റി നിർത്താനായി ശ്രമം നടത്തുന്നു. ബാല പറഞ്ഞിട്ടുള്ള എന്താണ് ശരിയായിട്ടുള്ളത്? ബാല അങ്ങനെ പലതും, അങ്ങനെ കുട്ടിയോട് സ്നേഹമുള്ള ഒരു പിതാവാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണോ ചെയ്യുന്നത്? ആ കുട്ടിക്ക് ഇപ്പോൾ കേസ് തന്നെ വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരിൽ ഏകദേശം 15 ലക്ഷം രൂപ, ഇത്രയും കോടികളുടെ ആസ്തിയുള്ള ഒരു മനുഷ്യൻ വെറും ഒരു 15 ലക്ഷം രൂപയാണ് ആ കുട്ടിയുടെ ജീവനാംശമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് കൊടുത്ത ഇൻഷുറൻസ് തുക പോലും അദ്ദേഹം വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. അതിനെതിരെ ഇപ്പോൾ കേസ് നടക്കുകയാണ്. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത 1-2 പേപ്പറൊക്കെ മിസ്സിംഗ് ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമൃത ഇടയ്ക്ക് പരാതി വന്നിരുന്നു. അപ്പോൾ ഇത്രയും സ്നേഹമുള്ള പിതാവാണെങ്കിൽ കോടികളുടെ ആസ്തിയുള്ള ഒരു മനുഷ്യന് സ്വന്തം കുഞ്ഞിന് ഇതാണോ കൊടുക്കുന്നത്? അല്ല, ഒരിക്കലും. നമുക്കതിൽ ചിന്തിക്കുമ്പോൾ അറിയാം, പുള്ളി വളരെ പൊള്ളയായ കള്ളത്തരം, മൊത്തം കള്ളത്തരമാണ് പുള്ളി പറയുന്നത്. മാത്രമല്ല, ഭാര്യമാരെ ഇങ്ങനെ മാറിയാണ്. എലിസബത്ത് വന്നപ്പോൾ എലിസബത്ത് ഗോൾഡ് എന്ന് പറഞ്ഞ് ഇപ്പോൾ എലിസബത്തിന് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. എലിസബത്ത് തന്നെ ഇന്നലെ വീഡിയോ എലിസബത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കോകില ഏത് വികാരത്തോടാണ് പറയുന്നതിന് എലിസബത്തിന് കൃത്യമായിട്ട് അറിയാം. കാരണം ആ സിറ്റുവേഷനിലൂടെ എലിസബത്ത് കടന്നു പോയിട്ടുണ്ട്. കാരണം പലപ്പോഴും ചെകുത്താനുമായിട്ടുള്ള മറ്റേ തോക്കിൻ്റെ വിഷയവും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കണം, നീ എൻ്റെ ഭാര്യയല്ലേ, ഭാര്യയുടെ കർത്തവ്യം ചെയ്യൂ, ഇങ്ങനെയാണ് ബാല പറഞ്ഞ് പ്രേരിപ്പിച്ചാണ് വിടുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് എലിസബത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള വീഡിയോസ് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വളരെയധികം ഫോഴ്സ് ചെയ്ത് എന്തോ ചെയ്യുന്നത്, ആ കുട്ടിക്ക് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അതിൽ പലപ്പോഴും ഇരിക്കുന്നത്. നീ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, നീ എൻ്റെ ഭാര്യയല്ലേ, ഇതേ രീതിയിലല്ലേ ഇപ്പൊ കോകിലയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ പക്ഷെ കോകില മിടിക്കുകയാണ് കേട്ടോ. അതെ, കോകില എന്തായാലും ബാലയ്ക്ക് വേണ്ടി പോരാടാൻ തന്നെ ഇറങ്ങിത്തിരിക്കുക. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അതെ എലിസബത്തിന് മറ്റൊരു ഭർത്താവുണ്ടെന്ന്. പക്ഷെ അത് എലിസബത്ത് അംഗീകരിച്ചു കഴിഞ്ഞു. കാരണം ഞാൻ 3 ആഴ്ച വരെയുള്ള ഒരു ദാമ്പത്യ ജീവിതം എനിക്കുണ്ടായിരുന്നു, അത് ഞങ്ങൾ മ്യൂച്വലി ഡിവോഴ്സ് ചെയ്തയാ. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വഴിയാണ് ബാലയെ പരിചയപ്പെടുന്നത്. ആ ഫേസ്ബുക്കിൽ ഞാൻ ഡിവോഴ്സി എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തിരുന്നത്. സിംഗിളെന്നോ മാരീഡെന്നോ വേറൊന്നും അല്ല, ഡിവോഴ്സി എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തത്. ഇത് കണ്ടാണ് ബാല എന്നെ പ്രണയിച്ചതും എന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയത്. ഈ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് നൽകിയതും ബാല തന്നെയാണ്. ആ ബാല പിന്നെ ഇപ്പൊ കോകില വഴി അങ്ങനെ പറയേണ്ട കാര്യമില്ല, എലിസബത്ത് ബാലയെ ചതിച്ചു എന്നുള്ളത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ബാല എലിസബത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പൊ എലിസബത്ത് ഇന്ന് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കോകിലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്, കോകില ഇങ്ങനെ മാമ എന്ന് പറഞ്ഞ് നടക്കുന്ന തരത്തിൽ ഒരിക്കൽ എന്നെ ഇതുപോലെ വീഡിയോ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ ഒരു ഭാര്യയുടെ കടമ നിർവഹിക്കാൻ ബാല എന്നോടും പറഞ്ഞിട്ടുണ്ട് എന്ന് എലിസബത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം കോകില പറയുന്നത് എന്നോട് മാമ പറഞ്ഞില്ല ഈ വീഡിയോ ചെയ്യാൻ, എന്നോട് പറഞ്ഞിട്ടല്ല, പുള്ളിയുടെ ഫേസ്ബുക്കിൽ നിന്നാണ് ഈ വീഡിയോ പോകുന്നത്, പുള്ളി അറിയാണ്ട് ഇത് പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ അല്ലെങ്കിൽ എലിസബത്തിന് വേണ്ടി നീ എതിരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ കോകില ചെയ്യോ? ഇല്ല. ഇതൊക്കെ ഒരു ഡ്രാമയാണ് ഫുൾ. ശരിക്കും ബാല എന്നൊരു നടൻ ജീവിതത്തിൽ വലിയൊരു നടനായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്ത് തോന്നുന്നു ശ്രീജിത്തിന്? അല്ല, അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രീജിത്ത് ഒരു പുരുഷനായതുകൊണ്ടാണ് ബാല ഇങ്ങനെ ചെറിയൊരു സപ്പോർട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. പുരുഷൻ എന്നല്ല, അദ്ദേഹത്തിനെതിരെ ഒരാൾക്കെതിരെ നാം വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നാം കേൾക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരു പല തവണ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പലതും. ഈ ആരോഗ്യ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായത്? സ്വയം വരുത്തി വെച്ചതല്ലേ? അല്ല, ആരോഗ്യ പ്രശ്നം എല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ? എങ്ങനെ അറിയാൻ പറ്റും? സ്വയം വരുത്തി. അദ്ദേഹത്തിന്റെ ലിവറിനാണ് പ്രോബ്ലം വന്ന, ലിവർ സർജറിയാണ് കഴിഞ്ഞത്. സ്വയം വരുത്തി വെച്ചത്. ഉദ്ദേശിക്കുന്നത് എന്താണ്? മദ്യപിക്കുക എന്നത്. അതിന് എലിസബത്ത് പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ചിട്ട് വളരെയധികം. മറ്റൊരു കാര്യം പറഞ്ഞുതരാം, ഈ അമൃതയായാലും ഈ അമൃതയെ എല്ലാരും പുകഴ്ത്തി പറയുന്നുണ്ട്. ഈ അമൃത പിന്നെ എങ്ങോട്ടാണ്? അമൃതയാണ്
അമൃതയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട അല്ല, ഒരു സ്ത്രീ. പിന്നീട് അമൃത എങ്ങോട്ടാണ് പക്ഷെ പോയത്, ഇപ്പോഴാണ് ഏത് അമൃത സംവിധായകനാണ് കല്യാണം കഴിച്ചത്, പിന്നെ ആ ബന്ധത്തിൽ അല്ല എന്ത് അതിന് സംഭവിച്ചു? ഗോപി സുന്ദറിനോ അമൃതയ്ക്കോ യാതൊരു പരാതിയില്ല. അവര് ലിവിങ് ടുഗദർ, അവർക്ക് ഇഷ്ടമല്ല, അവര് വേറെ അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴേക്കും ആ ചെളിവാരി അറിയുന്നില്ല. സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ബാലയ്ക്ക് ലഭിക്കുന്നില്ല? ബാലയ്ക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്. അതാണല്ലോ ബാല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാല ചെയ്യുമ്പോൾ മകളെ വെച്ച് വീഡിയോ ചെയ്ത് അപ്പൊ ഈ ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് അമൃത അറിയാതെ ഈ ഫേസ്ബുക്കിൽ ഈ ഇത്തരം വീഡിയോകൾ പുറത്തു പോകുന്നു. അല്ല അത് അനിയത്തി അതിന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പറയാനുള്ള നീ അല്ല, പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ അമ്മ അറിയാതെ മകൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കഴിയുമോ? ഏതായാലും ബാല, അമൃത, കോകില, എലിസബത്ത് ഈ നാടകങ്ങളോ അദ്ദേഹത്തെ വിമർശിക്കാം, പക്ഷേ അദ്ദേഹം മാത്രം തെറ്റെന്ന് പറയുന്നത് ഈ ഒരു പൊതുസമൂഹത്തിൽ ശരിയായ കാര്യം. എന്തായാലും അത് നമുക്ക് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം അല്ലേ?